തീർച്ചയായിട്ടും കേരളത്തിൽ എല്ലായിടത്തും എല്ലാവരും ഈ പോളിംഗ് പ്രക്രിയയിൽ പങ്കെടുത്ത്, ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത് ആ ജനാധിപത്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകണമെന്നാണ് എന്റെ ആദ്യത്തെ അഭ്യർത്ഥന. വോട്ട് ചെയ്യാതെ ആരും മാറിയിരിക്കരുത്. വോട്ട് ചെയ്യാതെ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യുക, അത് അവരുടെ ജനാധിപത്യപരമായ മൌലികമായ അവകാശമാണ്. ആ അവകാശം ഉപയോഗിക്കാതിരിക്കരുത്. ആ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും, കേരളത്തിലെ എല്ലാവരും പങ്കാളികളാകണം എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അസസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ നേരത്തെ കഷ്ടിച്ച് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തന്നിരുന്നവരൊക്കെ അഭിപ്രായം മാറ്റിയല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് ഭൂരിപക്ഷം തരാൻ വേണ്ടിയിട്ട്. ഭയങ്കര പ്രയാസപ്പെട്ട് അപ്പൊ അതിന്റെ റേറ്റ് ഉയർന്നു വന്നല്ലോ. ദേശീയ സർവേകളിലെല്ലാം നല്ല നിലയിലേക്ക് UDF വരുന്നുണ്ട്. എല്ലാ ദേശീയ സർവേകളിലും മികച്ച രീതിയിൽ നടന്നു. ഈ തട്ടിക്കൂട്ടിയ സർവേകളുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു. തട്ടിക്കൂട്ടിയ 2-3 സർവേകൾ കേരളത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ല വിശദമായിട്ട് പറയാം. അവരുടെയൊക്കെ വിശ്വാസ്യത അവർ തന്നെ കളഞ്ഞു വിളിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 മാസത്തിനിടയിൽ 4 പ്രാവശ്യം കേരളം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ജനവികാരം കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഞങ്ങളുടെ കൃത്യമായ അസസ്മെന്റാണ്. ഞങ്ങൾ 100-ലധികം സീറ്റുമായി ഞങ്ങൾ അധികാരത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു സംശയമില്ല. ഈ പല ബൂത്തുകളിൽ ഇപ്പൊ തന്നെ നല്ല ക്യൂ കാണുന്നുണ്ട്. അതെന്തെങ്കിലും സൂചന? അല്ല, നല്ല ജനാധിപത്യ പ്രക്രിയ വിജയിക്കണം. എപ്പോഴും ആളുകൾ വന്ന് അത് ചെയ്യണം. അത് വന്ന് ഉറപ്പായിട്ട് ചെയ്യണം. അത് നല്ലൊരു ട്രെൻഡാണത്. ആളുകൾ വന്ന് വോട്ട് ചെയ്യണം. അവർക്ക് ഇഷ്ടമുള്ളവർക്കല്ല അവർ വോട്ട് ചെയ്യുന്നത്. അവരിതെല്ലാം കേരളത്തിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ്. എല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളാണ്. സർക്കാരിനെയും നിരീക്ഷിക്കും, അവർ പ്രതിപക്ഷത്തെയും കൃത്യമായി നിരീക്ഷിക്കും, രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിക്കും, ഇപ്പോഴത്തെ അന്തരീക്ഷം വഹിക്കും. നമുക്കറിയാലോ, നാടൻ ചായക്കടകളിൽ പോയാൽ പോലും അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നമ്മളെക്കാൾ യോഗ്യരായിട്ടുള്ള ആളുകളാണ്. അവർ പത്രങ്ങൾ വായിക്കുന്നവരാണ്, ഒന്നിലധികം പത്രങ്ങൾ വായിക്കുന്നവരാണ്, ചാനലുകൾ കാണുന്നവരാണ്, രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരാണ്. അപ്പോൾ നല്ല രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു ജനതയാണ് കേരളത്തിൽ. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അവർ ഞങ്ങൾക്ക് അനുകൂലമായി ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നല്ല പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമായിരുന്നു തോന്നുന്നുണ്ട്. ഒരുപാട് പോസ്റ്റൽ വോട്ടുകൾ നഷ്ടപ്പെട്ടു. ഞാൻ തീർച്ചയായിട്ടും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെയും ചീഫ് ഇലക്ടറൽ ഓഫീസറെയൊക്കെ ബന്ധപ്പെട്ടു. ഇതുവരെ എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അനുഭവത്തിൽ ഇതുവരെ ഇല്ലാത്ത അനുഭവങ്ങളാണ് ഉണ്ടായത്. ഏതായാലും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് ചാർജുള്ള ആളുകൾ ചെന്നപ്പോൾ മാത്രമല്ല, ഒരു പോസ്റ്റൽ വോട്ടില്ല. ഫെസിലിറ്റേഷൻ സെന്ററിൽ 1 മുതൽ 8 വരെ ഉണ്ട്. 3 പ്രാവശ്യം പോയിട്ട് പോലും ബാലറ്റ് കിട്ടാത്തവരുണ്ട്. ഇപ്പൊ എന്റെ നിയോജകമണ്ഡലത്തിലെ ആളുകൾക്ക് ചിലർക്ക് ഡ്യൂട്ടി എറണാകുളത്താണ്, ചിലർക്ക് വൈപ്പിനിലാണ്. വൈപ്പിനിൽ പോകുന്നവർക്ക് ഫോർട്ട് കൊച്ചിയിലാണ് ഫെസിലിറ്റേഷൻ സെന്റർ, മറ്റേത് എറണാകുളത്താണ്. 2 സ്ത്രീകളൊക്കെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ എത്രയോ പ്രാവശ്യം ചെന്നിട്ട് ബാലറ്റ് ഇല്ല എന്ന് പറഞ്ഞ് മടങ്ങേണ്ട ഒരു അവസ്ഥയാണ്. ഒരാൾ പോലും വോട്ട് ചെയ്യാതെ പോകരുത് എന്ന് ആണ് നമ്മുടെ ഒരഭിപ്രായം. I'll give you. Joining me right now is the leader of opposition, Mr. V.D. Satish. So as we walk.